ഇത് ആരോടാ പറയണത്? ഏതണ്ണൻ? അതണ്ണനാ? അതേനെ മാമൻ തന്നെയാണ് ആ മാമൻ. പപ്പ് പാലകനെ കയറി അണ്ണാന്ന് വിളിക്കണ്. ആ പാലകനെ കാണിച്ചു കൊടുത്താണ്. പപ്പ് പാലകനെ, ആ പപ്പ് പാലകനെ കാണിച്ചു കൊടുത്താണ്. എന്റെ അത്ര പോലും പ്രായമില്ലാത്ത ചെറുക്കൻ അത് തന്നെയാ നിങ്ങൾ അണ്ണ അണ്ണാന്ന് വിളിക്കേണ്ട കാര്യം. എന്താ അമ്മ നിങ്ങക്ക്? എന്റെ അത്ര പോലും പ്രായമില്ലാത്ത ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. ഞാൻ എന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. കൊച്ചു പയ്യനെ കയറി അണ്ണാന്ന്. അവനെ എത്ര പ്രായമുണ്ട്? കൊച്ചു എന്റെ അത്ര പോലും എന്നെ അവൻ അണ്ണാന്നല്ലേ വിളിക്കണ. അവനെ നിങ്ങൾ അണ്ണാന്ന് വിളിക്കേണ്ട കാര്യം എന്തിനാണ്? അവനെ എനിക്ക് പിന്നെ എന്തോന്ന് അറിയാം? എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഒന്നും അമ്മ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പോണോ അല്ലേ? ബാക്കിയൊക്കെ പഠിപ്പിച്ച് പാസ്സാക്കിയാ? ചെറുപ്പത്തിലെ അടിയല്ലേ ആരടിച്ച്? ഓ അമ്മ. അമ്മ ഇല്ലാത്ത അവരാ ഇല്ലാത്ത അവരാ കളിക്കാൻ പോകും. ആര്? അയ്യോ അയ്യോ. അപ്പൊ പിന്നെ ഏതമ്മ? നിങ്ങൾ പോ. ഇനി അപ്പൊ ആ ഇല്ലാത്ത അവരെ അതിന്റെ കുറവുണ്ടായിരുന്നെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കോവിലി പൂജ തന്നെ 2 മണിക്ക് പരീക്ഷ കഴിഞ്ഞ് പേര് വേണ്ടി അതോടുകൂടി പേരത്തോളൂ. അല്ലെങ്കിൽ ഇപ്പൊ കളക്ടറായ കേട്ടാടി. പരീക്ഷയും കഴിഞ്ഞ് പേരും വെട്ടിയെന്ന്. അതോടുകൂടി പഠിത്തം പോയത്. പരീക്ഷ കഴിഞ്ഞു. ആരാ പരീക്ഷ? മുട്ടില് വെട്ട് കിട്ടിയപ്പോ പരീക്ഷ കഴിഞ്ഞ. കിടന്നു. ഓ, അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതോടെ പേര് വെട്ടി. ആ ഹെഡ് മാസ്റ്റർ തന്നെ അകത്താക്കണമല്ലോ. അതോടുകൂടി പഠിത്തം തീർന്നു. ഇവരൊക്കെ കേട്ടാ ഒരു ദിവസം തീരും ഭഗവാനെ. അയ്യോ, ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ലേ പൊന്നമ്മ. ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇവിടെ വെറുതെ ഇരിക്കണ. മിണ്ടണ്ട പൊട്ടിയെ പോലെ ഇരിക്കാൻ. എന്തൊരു അന്മറക്കണ മാങ്ങ. മാങ്ങ? ഓ, ഇത് ഇനി ഉപ്പിലാടാ? ഉപ്പിലല്ല, അച്ചാറിടും. ഉപ്പിലൊന്നും ഇടൂല, ഞാൻ നേരത്തെ അച്ചാറിടും. അച്ചാറിന്റെ എന്തൊരു വിശേഷം? നാളെ ഒരിക്കല്, മറ്റന്നാ വാവ്. മറ്റന്നാ വാവാ? നാളെ ഒരിക്കല? നാളെ നീ എന്തൊരു വയ്ക്കണ? നിങ്ങക്ക് ഈ വയ്ക്കണേം തിന്നണേം കണക്കേ ഉള്ളൂ അമ്മ. നിങ്ങക്ക് വേറെ ഒന്നും ചോദിക്കായില്ലേ? അച്ചാറിന് എന്തരി? അച്ചാറിന് എന്തരി? അച്ചാറിന് ഇത് അരിയണ നിങ്ങൾ കണ്ടില്ലേ? ഇത് അച്ചാറിനാ? ഓ, നിങ്ങളെ മോ ഇന്നലെ പോയി ചാലയിൽ പോയി 300 രൂപയ്ക്ക് 2 മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണ്. 300 രൂപയ്ക്ക് 2 മാങ്ങ. ഒക്കെയാണ് ഇതുപോലത്തെ 2 മാങ്ങ 300 രൂപ. അതും പഴുത്തത്. ഇനിയിപ്പൊ എന്തായാലും അച്ചാറിട്ടല്ലേ പറ്റുള്ളൂ. പിള്ളേർക്ക് ചാകര. അച്ചാറിന് ഇതുപോലെ അരിഞ്ഞിട്ട് ബാക്കി പിള്ളേർക്ക് ചെത്തി വെച്ച് കൊടുക്കും. അവര് തിന്നും. അതൊക്കെ പൊട്ടു. ആര് വെട്ടിയ കഥയൊക്കെ പറഞ്ഞായിട്ട് അവിടെ ഇരുന്നു? ഞാൻ വെക്കാം. നിങ്ങൾ ആരവിടെ വെട്ടിയ കഥയൊക്കെ പറഞ്ഞായിട്ട്? ആര് വെട്ടി? യാവൻ. എന്തൊരു പറയണ? തുള്ളിയൊക്കെ വരികൊണ്ട് വയ്ക്കാണ്ട് കൊണ്ടുവയ്ക്കണുണ്ടോ? ആരത്? പണ്ട് അമ്മ വെട്ടിയെന്ന്. പണ്ട് അമ്മ അർപ്പോത്തി പിടിച്ചു വാങ്ങിച്ച് മുട്ടില് വെട്ടിക്കൊടുത്തെന്ന് ഉള്ളത് തന്നെ. ആ വെട്ട് കിട്ടിയോടുകൂടി പഠിത്തം പോയെന്ന്. സ്കൂളില് പേര് വെട്ടിയെന്ന്. ഞാൻ പറഞ്ഞു അത് ഏതാ ഹെഡ് മാസ്റ്റർ എന്ന് അറിയണമല്ലോ. മുട്ടി വെച്ച് 3 തയ്യായിട്ട് എന്റെ ഒരു നിഗമനം വെച്ചിട്ട് അവരായതുകൊണ്ട് അവിടെ തീർന്നു.
വേറെ വല്ലവരും ആയിരിക്കണം ഒരുന്ന്. അച്ഛന്റെ നെറ്റിയിൽ എന്തൊരു പറ്റിയത്? അച്ഛനെ തെറ്റി അച്ഛൻ്റെ നെറ്റിയിൽ 3 വയ്യല്. ആര് വെട്ടിയ? അമ്മ അവരെ പിടിച്ച് ആശുപത്രി കൊണ്ടാക്കി. പേരിക്കാട് ആശുപത്രി ചോദിച്ചപ്പോ അവിടെ ഒക്കൂലായിരുന്നു. അത് അവിടെ പറ്റൂല, അവിടെ ഒക്കൂല ആശുപത്രി. പിന്നെ മെഡിക്കലിയെ കൊണ്ടുപോയി. ആരാ? മെഡിക്കലിയെ കൊണ്ടുപോയാണ് അവിടെ അവിടെ കണ്ടു. ആരാ? നിങ്ങളെയാ? എന്നെയും അച്ഛനെ അപ്പൂപ്പനാ. അപ്പൂപ്പൻ പിടിച്ചു മാറ്റാൻ ചെന്ന് കാണും അല്ലേ? എന്നെ സ്വാഭാവികമായിട്ടല്ലേ നിങ്ങളുമായിട്ട് പ്രതികാരം വീട്ടുമ്പോ ആരെങ്കിലും ഇടയിൽ ചെന്ന് കേറോ? അമ്മാതിരി മുതലല്ലേ നിങ്ങള്. കാര്യം എന്തായിരുന്നു? കാര്യം അരിഞ്ഞ് പറ്റി. ഞാൻ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞേ അതും നിങ്ങളല്ലേ പറഞ്ഞത് പാട്ട്? നിങ്ങൾ പറഞ്ഞത് എങ്ങനെയായിരിക്കും എനിക്ക് ഊഹിക്കാം. അരി പറ്റില്ലെന്ന് പറഞ്ഞാ കള്ളാവോ? ആര് പാറ്റിയതാര്? അത് കുഴപ്പമില്ല. പാറ്റിയതാര്? പറ്റിയത് ഞാൻ. നിങ്ങൾ പാറ്റിയപ്പോ അമ്മ പാറ്റല്ലെന്ന് പറഞ്ഞു. ഞാൻ പറ്റരുത്. പക്ഷെ എന്റെ നിഘണ്ടുവിൽ ആരെങ്കിലും പറയുന്നത് ഞാൻ കേക്കോ? അങ്ങനെ ഒരു ചരിത്രം. അപ്പോഴ് പറ്റില്ലെന്ന് പറഞ്ഞാ അത് അതേനമ്മ അങ്ങനെ പാറ്റല്ലെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് ചെയ്താ? നിങ്ങക്കാ? ഞാൻ നല്ല പരുവത്തില്. അമ്മ, ഈ നാട്ടിൽ ഒരൊറ്റ മനുഷ്യര് നിങ്ങൾ അമ്മയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളല്ലാതെ. അതറിയാമോ? എന്നായിട്ടാണോ? ഒരൊറ്റ മനുഷ്യർ. ഇപ്പൊ നിനക്ക് അടി കിട്ടിയ അവരെ നോട്ടം അവര് നോക്കിയ നോട്ടത്തിൽ ഇപ്പൊ നിനക്ക് അടി കവാലത്തിൽ കിട്ടിയ. ഈ നാട്ടില് ഈ നാട്ടിൽ വീട് അങ്ങ് മണ്ണന്തല പേരൂർക്കട ഒരൊറ്റ മനുഷ്യര് നിങ്ങൾ അമ്മയെ പറിച്ച് ഇച്ചി പോന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ശോഭനെന്ന് കേൾക്കുമ്പം ഒരു പൂക്കല കൊടുത്ത ആൾക്കാർ തുള്ളും. മിണ്ടരുത് നിങ്ങൾ ഇവിടെ ഇരുന്ന്. ഒരിക്കലായിട്ട് ആരെങ്കിലും മിണ്ടണ്ട. തീറ്റീരെ കാര്യം മാത്രം 24 മണിക്കൂറും ചോദിക്കാറുള്ളൂ. ഇന്നല്ല നാളാ. എന്തിനു ചോദിക്കും? അപ്പൊ പിന്നെ മീൻ ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ മീൻ വെക്കാൻ കാലത്ത് പട്ടിണി. കാലത്ത് കഴിച്ചു കഴിഞ്ഞു. ഉപ്പുമാവ് കഴിച്ചില്ലേ? രാവിലെ എന്തൊരു കഴിച്ച്? ഉപ്പുമാവ് കഴിച്ചാണ്. ഇന്നത്തെ കാര്യമാണ് ചോദിച്ചത്. ഇനി നാളത്തെ കാര്യം നമുക്ക് നാളെ. എന്ന് ഉറക്ക് ഭഗവാനെ, ഇന്ന് എന്ത് തിന്നാൻ കിട്ടുമെന്നോ ഇങ്ങനെ ചിന്തിച്ചോണ്ടാണ് എണീക്കണ. തീറ്റി വല്ല തീറ്റ മത്സരം ഉണ്ടാകും ഇങ്ങനെ കൊണ്ടിറക്കി കൊടുക്കാൻ. വല്ല പ്രൈസും കിട്ടുക. ഓണം ഈ മാസം അവസാനം. മറ്റന്നാ വാവ്. ഇത്തവണ വാവിന് പൂക്കൊല കൊണ്ട് തുള്ളിയൊന്നും ഇല്ലല്ലോ. ശരി എന്നല്ലേ? ഇപ്രാവശ്യത്തെ വാവ് ഡീസന്റ് വാവായിരുന്നല്ലോ. എന്ത് പറ്റിയാന്തോ? സാധാരണ വാവ് അടുപ്പിച്ച് തുള്ളും പൂക്കൊല വരെ കുറവേ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താ ഒതുങ്ങിയത്? ഇപ്രാവശ്യത്തെ വാവിന് ഒതുങ്ങിയത് ഈ പാപ്പന്റെ പനി എനിക്ക് കൊണ്ടുവരും. ഇപ്രാവശ്യത്തെ വാവിന് ഒതുങ്ങിയെന്തെന്ന്? സാധാരണ വാവിന് ഇങ്ങനെ അല്ലേ? ഒതുങ്ങിയില്ലേ? ഞാൻ അവിടെ പോണ ആദ്യം പറയുമ്പോ മരവിന്ന് പറയും. സാധാരണ വാവിന് ഇങ്ങനെ അല്ല. പണ്ട് ഇത് മണ്ണന്തല സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞത് വെട്ടുകൊണ്ടിട്ട് ചെന്നപ്പോഴത്തേക്ക് പിന്നെ കേറ്റിയില്ലെന്ന്. അതിനുശേഷം പേര് വെട്ടിയെന്ന്. അങ്ങനെ പേര് വെട്ടോന്ന് ഞാൻ ചോദിച്ചനൊക്കെ പിന്നെ. അതെ, ഹെഡ് മാസ്റ്റർ നിങ്ങളെ പേര് വെട്ടിയത് അറിയണമല്ലോ. ഇന്നങ്ങാനും പറയൂ അമ്മ, കേക്കാനുള്ള കൊതി കൊണ്ടാണ്. ടീച്ചർ നിങ്ങളെ പേര് വെട്ടിയാ? അതെവിടുത്തെ ന്യായം? എന്നെ 1 മാസം വരെ കാണാൻ അങ്ങനെ അത് പറ. 1 മാസം വരെ കാണാ അത് ന്യായം. അത് പിന്നെ അങ്ങനെ അല്ലേ പറ്റുള്ളൂ. 1 മാസം വരെ കാണാതെ പിന്നെ ഒരു പേര് വെട്ടിത്തള്ളൂ. ഒന്നുകിൽ അറ്റ്ലീസ്റ്റ് പോയി പറയുന്നത് വേണം, എന്റെ കയ്യിരിപ്പോണ്ട് ഒരു വെട്ട് കിട്ടി ഞാൻ വീട്ടിൽ കിടക്കുകയാണ്, എനിക്ക് അറ്റൻഡൻസ് തരണമെന്ന് പറയണമായിരുന്നു. അമ്മ ചില്ലറ പൊടിപ്പൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് ആ പാവത്തിന്റെ ഒന്നും വെട്ട് കിട്ടൂല. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഊഹിക്കാൻ നിങ്ങൾ എന്തരായിരുന്നു കാണിച്ചു കൂട്ടിയെന്ന്.
പിന്നെ ഓ നല്ല യോഗ്യതയുള്ള ആള്. കാല് കാല് വളർന്നു പോയി. പിന്നെ നിങ്ങൾ അമ്മാതിരി അരികൂലെ കാണിച്ചു കൂട്ടിയത് എനിക്കറിയാല്ല. ആ പാവത്തിനെ ഇട്ട് കൊണ്ടാക്കി നിങ്ങളെ ആശുപത്രിയിലായിരുന്നു? രണ്ടൂർ ആശുപത്രി അല്ലേ? എനിക്ക് പോയെന്ന് എനിക്ക് രണ്ടുപേരും ഒരു ആശുപത്രി മറ്റേ കുടുംബ സ്വത്തെന്ന് പറയാൻ പോലെ രണ്ടുപേരും ഒരു ആശുപത്രി തന്നെ ഇരുന്ന്. ആശുപത്രി പേരിക്കട ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. പേരിക്കട നിങ്ങൾ അവിടെ കിടന്നവരെ തള്ളിയിട്ട് അടിക്കാത്തത് പേരിക്കട ചെന്നപ്പോ അവിടെ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. ഓപ്പറേഷനും മുറിവും തമ്മിൽ എന്തൊരു ബന്ധം? ഓ തയ്യല് സ്റ്റിച്ച് അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. കൃത്യമായിട്ട് പറയണമെന്നൊക്കെയാണ്. അന്ന് ഞാൻ ജനിച്ചിട്ടുണ്ടോ? അന്ന് നിങ്ങളെ മോ ഉണ്ടാ അമ്മ? അന്നാമേ ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. ഇവര് ചുമ്മാ പന്ന കള്ളി, ഇവരുടെ നമ്പർ നമുക്ക് അറിഞ്ഞൂടെ? എന്റെ മുട്ടി പൊക്കണ്ട പൊക്കണ്ട താത്തിറ് വലിച്ചിപ്പ പൊക്കും. പോന്നെ അന്ന് അപ്പൂപ്പ ഇല്ലായിരുന്നാ? അപ്പൂവനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂപ്പ എവിടെ പോയിരുന്നു? അപ്പൂവണ്ടായിരുന്നു. പിന്നാട് കോവില് തന്നെ പൂജ വെള്ളിയാഴ്ച വീട്ടിലാക്കിയിട്ട് പിന്നാട് കോവില് പൂജയ്ക്ക് പോവാൻ ഞാൻ വെട്ടിയിരിക്കാം. വീട്ടിൽ വ്യാപിച്ചോണ്ടിരിക്കും. കഞ്ഞി കൂട്ടാനൊക്കെ വെച്ചോണ്ടിരിക്കും. ആര്? കണക്കിളങ്ങ് ശരിയാവണില്ലല്ലോ ശോഭനെ. നിങ്ങൾ കൂട്ടാൻ വെച്ച് കഞ്ഞി കൂട്ടാനൊക്കെ വെച്ചോണ്ടിരിക്കും. അതിന്റെ കൂടെ മീൻ കൊണ്ടുപോവാ ഞാൻ വാങ്ങിച്ച് കൂട്ടാൻ വെച്ചോണ്ടിരിക്കും. ഈ സംഭവം നടന്നതിന്റെ എന്ത് കൂട്ടാനായിരുന്നു? സംഭവം നടന്നതിന്റെ എന്ത് കൂട്ടാനായിരുന്നു? എന്തായാലും കൂട്ടായി ഞാൻ പറഞ്ഞു ഒന്ന് കൊരകല്ലോ പഴമല്ലാന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞ ആ പാവത്തിന് ആഹാരം കൊടുത്തില്ല. ചുരുക്കം പറഞ്ഞ ആ പാവത്തിന് ആഹാരം കൊടുത്തില്ല. അവര് ഒന്ന് കഴിക്കില്ല. ബഹളം ഉണ്ടായിക്കാണ് പല്ലും പഠിച്ചു പറഞ്ഞു ചീത്തയും പിടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാനാണെങ്കിൽ കഞ്ഞി വെച്ച് കൂട്ടാനും വെച്ച് എല്ലാം വെച്ചിട്ട് ഇവരെ പിടിച്ച് ഉച്ചക്ക് ചോറുതന്നെ. എന്തൊരു കൂട്ടാനായിരുന്നു അമ്മ അന്ന്? മീന്. വേറെ കൂട്ടാനൊന്നും ഇല്ലായിരുന്നാ? വേറെ കൂട്ടാനൊന്നും ഇല്ലായിരുന്നാ? ഇല്ല. അപ്പൊ അപ്പൂപ്പ എന്തൊരു കഴിക്കും? അപ്പൂപ്പ മീനുകൊണ്ട് അല്ല അപ്പൂപ്പൻ പൂജക്ക് പോകുമ്പോ മീൻ തിന്നൂലല്ല? പൂജക്ക് പോയിട്ട് വന്നിട്ട് തിന്നോ? എന്നിട്ട് പറയൂ. കൂട്ടാനും വെച്ച് കഞ്ഞിയും വെച്ച് വെച്ച് എവിടെ പോയത്? ഒരു മാങ്ങ താഴോട്ട് പോയി. അവര് ഈ കൂട്ടാനും വെച്ച് ഞാൻ വന്ന് ചോറിയമ്മ അമ്മ ചോറിന് ചോറ് വച്ചുകൊണ്ട് അവരെ പിടിച്ച് ചോറ് കൊടുത്തു. ചോറും തോന്നും കൊണ്ട് ചോറ് തിന്നായിരുന്നാ? ചോറ് തറിച്ചെന്ന് പാത്രം കഞ്ഞി പള്ളൂടി ചീത്തവളി. ഞാൻ പറഞ്ഞു നിങ്ങൾ ചേർത്ത് പള്ളോടിക്കണെന്തിന്? നിങ്ങൾ ചുമരിക്കും ബഹളം ഉണ്ടാക്കണത്തിന് നിങ്ങൾ ചുമരിക്കും. ഉച്ചക്ക് നിങ്ങൾക്ക് പഞ്ചായ ആണെങ്കിൽ ഞാൻ എത്തിയരാം. പഞ്ചായ ആ പഞ്ചായ എത്തിയരാ നിങ്ങൾക്ക് ആരുന്നൂടെ വാങ്ങിച്ചു തരാം. പഞ്ചായ എത്തിയരാം. പഞ്ചായം കുടിച്ചോണ്ട് നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഉച്ചയാകുമ്പം പഞ്ചായ ഇട്ട് കൊടുക്കും. അതിന്റെ അടുപ്പുണ്ടല്ലേ കൊണ്ടല്ലേ കൊച്ചുകരം അതില് തോനെ വെള്ളം ഇടും. എവരിക്ക് തോനെ വെള്ളം കൊടുക്കും. കുടിച്ചും കൊണ്ട് എവരി ഞാൻ ചേർത്തൊന്ന് കുടിക്കുന്നേ. നിങ്ങളുടെ തുണി നനച്ച് കുടിക്കും. പിന്നെ ഓടും. കുളിക്കാൻ പോവും. കുടിക്കാൻ പോകും. അന്ന് എവിടെ കുളിക്കാൻ പോണ? ഏത് കിണറ്റില്? അവിടെ കിണറുണ്ട്. എവിടാ? നമ്മളെ വീട്ടിൽ. അവിടെയല്ലേ കിണറുള്ളത്? അവിടെ പോയി കുടിക്കും. കുടിച്ച് തുണിയൊക്കെ മാറ്റിയിട്ട് വരും. അതിനെ കൊണ്ട് അരക്ക വെയിലത്ത് വരിക്കും. വിറ്റിച്ച് വരും. ലവൻ വന്ന് എത്തി നോക്കിയടി തന്നെ. അവന്റെ മുഖം പതിയിട്ട് ആ അണ്ണൻ എല്ലാരും കാണട്ടെ. അണ്ണ ഇങ്ങ് വാ. അണ്ണൻ വന്ന് നിക്കറ. അണ്ണനെ വിളി. അണ്ണാന്ന് വിളി. അണ്ണ അവിടെ നിക്കറ. അണ്ണാന്ന് വിളി. ചെറുക്കാന്ന് വിളിയെന്ന്. അണ്ണാന്ന് വിളിയമ്മ. അണ്ണാന്ന് വിളിച്ചാൽ അവനാ വിളിക്ക്.
അണ്ണാന്ന് പഠിക്കുന്ന ഉം അവന്റെ അത്ര പ്രായമില്ലാന്ന്. പക്ഷെ അങ്ങനല്ലല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഞാൻ അണ്ണാന്ന് പഠിക്കില്ല. എന്നിട്ടിപ്പാ നമുക്ക് ബാക്കി കഥ പറ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് തുണിയൊക്കെ വെച്ചിട്ട് ചായം കഥയും ഇത് വെട്ടുമായിട്ട് ഒരു ബന്ധമില്ലാതെ വെട്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഞാൻ അതാ നോക്കട്ടെ. വേണ്ടിയാണോ നീ ഇരിക്കണം? എന്നിട്ട് വെട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അമ്മ എനിക്ക് മനസ്സിലാവാത്ത ഈ സംഭവങ്ങളുടെ ഇടയിൽ എപ്പോഴാണ് വെട്ട് കടന്നത്? എന്താ നോക്കണത്? അവിടെ പെണ്ണുങ്ങള് കാര്യം പറഞ്ഞതിന്റെ ഇടയിൽ എന്തൊരു കാര്യം ചോദിച്ചാണോ അവന്റെ കയ്യില്? അവങ്ങ് പോയി പോയാ? ശരി വിട്. അമ്മ ഈ ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. സംഭവം നടന്ന ഒരു ദിവസം അപ്പൊ ഇതൊന്നും ഇട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്തൊരു ദിവസമാണാ ശനിയാഴ്ച എനിക്ക് പോയത് തള്ളേ. ഇത്രയും നേരം വെട്ടിന്റെ കഥ ചോദിച്ചപ്പോ ഒരു പൊരുത്തമില്ലാത്ത ചോറും കളയാൻ വെച്ച കാര്യങ്ങള് ശനിയാഴ്ചയാണ് വെട്ടി തന്ന. ശനിയാഴ്ച ആയിട്ടാണ് മുറിവ് കൂടിയത്. ശനിയാഴ്ച പ്രശ്നമാണ്. വെള്ളിയാഴ്ച ചൊവ്വാഴ്ചത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ പൂയെന്നാളും കൂടെ ഇല്ലേ? പൂയെന്നാളില് ശനിയാഴ്ച വെട്ടുകൊണ്ടാലച്ച് ചോര ഭ്രമം. എവരിപ്പ എന്നെ കൊല്ലും കേട്ടാ. എവരിത് പിടിച്ചാൽ എനിക്ക് തരും. ഈ ശനിയാഴ്ച ആയിട്ടാണ് പ്രശ്നം. എന്നിട്ട് കാര്യം പറ. അമ്മ ഞാൻ ഇങ്ങനത്തെ കഥയേ അല്ല കേട്ടത്. ഞാൻ ഇങ്ങനത്തെ കഥയൊന്നും കേട്ടിട്ടില്ല. ഇല്ലമ്മ ഞാൻ കേട്ട കഥ പറഞ്ഞു തരട്ടാ. ഇനി വാ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. പാവ നിങ്ങളുടെ അമ്മ മിണ്ടാതെ ഒരറ്റത്തിരുന്ന് മീനറത്തോണ്ടിരുന്ന്. ഞാൻ കേട്ട കഥയാണ് കേട്ടാ. ശോഭന പറഞ്ഞ മീനല്ലേ? അത് അവരാണ് അറുത്തോണ്ടിരുന്നത്. എവരർത്ഥം ആദ്യം തിരിഞ്ഞു പോയി. നിങ്ങളെ മീനറത്തോണ്ടിരുന്ന്. നിങ്ങളെ മീനറത്തോണ്ടിരുന്നപ്പോ നിങ്ങളുടെ അമ്മ വന്ന് അർപ്പത്ത് ചോദിച്ചു. അപ്പൊ നിങ്ങൾ കൊടുത്തില്ല. കൊടുത്താ? കൊടുക്കൂല. വീണ്ടും അവര് മാന്യമായിട്ട് അർപ്പത്ത് തരാൻ പറഞ്ഞു. നിങ്ങൾ കൊടുത്താ? കൊടുക്കൂല. എന്റത് കൊടുത്ത ചരിത്രമില്ല. അവസാനം അവര് വീണ്ടും ചോദിച്ചു. അപ്പൊ നിങ്ങള് 2 പള്ളു കൊടുത്ത്. ആ ദേഷ്യത്തിന് അവരത് പിടിച്ചു മാറ്റി ഒരെണ്ണം തന്നു. ഇതല്ലേ നടന്നത്? എന്തൊരു കഥ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചോറും അരി നെല്ല് പാകിയപ്പോ വിത്തിട്ടപ്പോ നെല്ല് മുളച്ചപ്പം കഥ ഉണ്ടാക്കാൻ കൊണ്ട് കളഞ്ഞാ മതി. അതല്ലേ സത്യം. അതേ നിങ്ങളെ മര്യാദക്ക് സത്യം പറയാത്തത്. എന്നിട്ട് ഇത്ര നേരം കള്ളം പറഞ്ഞോണ്ടിരുന്ന കള്ളക്കഥയും പറഞ്ഞോണ്ടിരിക്കുന്ന ആ പാവത്തിനാ ചിത്രീകരിക്കാൻ. പാവമായിരുന്നു. അവരെന്നെ അവിടെ ഉണ്ടായിരുന്നെ അവരെന്നെ പൊന്നു അല നോക്കിയ. നിങ്ങളെ മോനെ പൊന്നു അലയില് 6-7 വയസ്സ് വരെ നോക്കിയത്. നിങ്ങൾ 6-7 വയസ്സ് വരെ നിങ്ങളെ മോനെ കണ്ടിട്ടുണ്ടോ? പൊന്നല്ല തങ്കം. അത് സഹിക്കണില്ല. ആ പാവ റോട്ടീന്ന് മിന്തിയിൽ കൊണ്ടുവരണം. നിങ്ങൾ റോട്ടീന്ന് ആ കൊച്ചിന് കൊടുക്കുമ്പോ പിടിച്ചു വാങ്ങിച്ച് തിന്നൂലായിരുന്നാ നിങ്ങള്? എനിക്കറിഞ്ഞൂടാ. മാങ്ങ, നാരങ്ങ, ഇഞ്ചി ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നു. നാരങ്ങ ഇഞ്ചിയൊക്കെ ഇതാണ്ട മാങ്ങ, നാരങ്ങ, ഇഞ്ചി. വാവിന്റെ അന്ന് നിങ്ങൾ എങ്ങനെ സദ്യ കഴിക്കും? ഞാൻ പരിക്കാത്തൊന്നും ഞാൻ അടുക്കളയിൽ ഇവിടെ എങ്ങനെയമ്മ ഈ പറഞ്ഞ കണക്ക് നല്ലൊരു വാവായിട്ട് അടുക്കള പുറത്തിരുന്ന് ആഹാരം കഴിക്കണത്? നിങ്ങളൊരു കാര്യം ചെയ്, കേറി കഴിക്കും. അച്ഛ ഒന്നും ചെയ്യൂല. ഞാൻ കേറൂല. എനിക്ക് പേടിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ അവിടെ മേശ കൊണ്ടൊന്ന് വൃത്തിയാക്കിയിട്ടല്ല മേശയിൽ വെച്ച് സദ്യ ഇട്ടാ പോണേ. എന്തരന്നെ നിങ്ങൾ ഈ അമ്പിലും വില്ലിലും എടുക്കാതായ എന്ത് ചെയ്യും? പാത്രത്തിലൊന്നും സദ്യ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കറികൾ കാണാം. 10-12 കറികളുണ്ട്. ഇതെല്ലാം കൂടെ പാത്രത്തിൽ എവിടെ വെക്കും? എനിക്ക് പറ്റുമെങ്കിൽ തന്നാൽ. ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഇവരെ കാര്യത്തിൽ? ഈ പറഞ്ഞ പോലെ സത്യകാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? സത്യകാര്യത്തിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പം അതിനെ കുറിച്ച് ചോദിച്ച് ഓർമ്മിപ്പിക്കണ്ട. സമയമാകുമ്പോഴേ മറ്റൊരു വഴി നോക്കാം. അയ്യോ കാര്യം
എനിക്ക് മുന്നത്തെ പോലെ പിടിച്ചൊലിച്ച് കയറ്റാനൊന്നും പറ്റൂലേ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അവരാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട് ഇപ്പൊ. ഇതെന്തരി നാരങ്ങ അമ്മ. നാരങ്ങ ഇന്നേ ഉപ്പിലിരുന്നു. നാരങ്ങ ഉപ്പിലല്ല, ഞാൻ കറി വെച്ച് വെക്കും. നാളെ കറി വെക്കും. ഇന്ന് അരിഞ്ഞ് എല്ലാം ചെയ്ത് നാളെ കറി വെക്കും. മനസ്സിലായാ? എല്ലാത്തോടും ഓ തോടിളക്കണം. തോടിളക്കിയില്ലെങ്കിൽ ഭയങ്കര കയ്പാണ്. തോടിളക്കിയില്ലെങ്കിലേ ഭയങ്കര കയ്പാണ്. അപ്പൊ എന്ത് ചെയ്യാൻ? അവരെ വീട്ടിൽ വെച്ച് കൊടുക്കാനാ? അവരെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നമ്മള് മേശപ്പുറത്ത് ഇലയൊക്കെ ഇട്ട് അവിടെ വിളമ്പണം. പാത്രത്തിൽ കൊടുക്കണ്ട. അവര് പലതും പറയും. അത് തന്നെ പാത്രത്തിൽ എങ്ങനെ നല്ലൊരു കോരണ്ട. നല്ലൊരു ദിവസമായിട്ട് പാത്രത്തിൽ എങ്ങനെ? പാത്രത്തില് എല്ലാ കറിയും വെച്ച് തരാൻ പറ്റൂല. ഒരു ദിവസമാണ് സദ്യ കഴിക്കണത്. ഞാൻ ഇവിടെ ഇരുന്നേ കഴിക്കണോളൂ. ഞാൻ കിളവന്റെ അടുത്തൊന്നും അമ്മ കിളവന്റെ അടുത്ത് കയറണ്ട. അടുക്കളയില് നടയിലിരുത്തി അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് കൊടുക്കുന്നത്. അല്ലാത്ത ദിവസവും അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു ദിവസം ഇല്ലേ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും. ഇപ്പഴേ പറഞ്ഞ് അടി ഉണ്ടാക്കണ്ട. സമയമാകുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നല്ലൊരു വാവാറ്റ് സമയമാകുമ്പോ ചെയ്യാം. മാറമ്മേ വെള്ളം കൊണ്ട് ഒഴിക്കട്ടെ. മാറും ഇത് തുണ്ടം തുണ്ടായിട്ട് അരിയമ്മ. ഇങ്ങനെ കീറി അതിന്റെ അരി എടുത്ത് കളയണം. അരി എടുത്ത് പാകിയ പൊടിക്കും. മാറ്റി വെച്ചേ. അമ്മ ഉണ്ടായിരുന്നപ്പം പണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അമ്മ ആരോഗ്യമുള്ള സമയത്ത് അമ്മ എന്നെ എല്ലാം ചെയ്യും. അച്ചോറും അവിടെ നിറച്ചിട്ടിട്ട് എനിക്കും കൂടെ തന്നുവിടും. അപ്പൊ അവർക്ക് ആരോഗ്യമില്ല. അവർക്ക് കിട്ടിയാന്ന് പോലും അറിഞ്ഞൂടാ നാരങ്ങയൊക്കെ. നീ വന്നോണ്ട് ഞാനും ചെറുക്കാനും വെള്ളം കുടിക്കാതെ. ശരിയെന്നല്ലേ? ഞാൻ വരുന്നവരെ വാവൊന്നും ഇല്ലായിരുന്നാ? ഇവിടെ വാവൊന്നുമില്ല. സദ്യയില്ല, വാവുമില്ല, വലിയുമില്ല, ഒന്നും. വലിയിടും, ഞാൻ പോയി വലിയിടും. എന്നിട്ട് ആഹാരം തന്നെ അല്ലെങ്കിൽ മാമന്റെ അവിടെ പോയി ഞാൻ കഴിക്കും. അവർക്ക് ഇല്ല, അവർക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും. അല്ലേന്നേ അമ്മ? കടയിൽ നിന്നല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് വരണം. അയ്യോ അമ്മ ഞങ്ങള് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള വാവിന്റെ കാര്യമാണ് അമ്മ പറഞ്ഞത്. ഇവിടെ ഞാൻ കടപ്പണ്ടാരം വാങ്ങൂല. ആ കൊച്ചിന് വീണ്ടും വയ്യാതായി. നിങ്ങൾ മിണ്ടായിരുന്നാണ്. അന്ന് സ്കാൻ ചെയ്തപ്പോ ഒരു കയ്യിലും കൂടെ ഒക്കെ കൂടുതലെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇനി ഇവിടെ ഈ വീട്ടിൽ ഇനി ഒരു വഹ വാങ്ങൂല. നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഞാൻ കാപ്പി മിച്ചമുള്ള എടുത്ത് തരയില്ലേ അമ്മ? അപ്പൊ അതൊക്കെ കഴിച്ചാൽ മതി. കടപ്പലാരൊന്നും ഞാൻ ഈ വീട്ടിൽ വാങ്ങൂല. ഞാൻ വാങ്ങാതിരുന്നേണ്. നിങ്ങൾ ഒരാൾ കാരണമാണ് ഞാൻ വീണ്ടും കടപ്പലാരൊക്കെ വാങ്ങാൻ തുടങ്ങിയത്. വാങ്ങിച്ച് വലിയ തൊല്ലാവേണ്. നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോ പിള്ളേർക്ക് വാങ്ങാതിരിക്കാൻ പറ്റുമോ? അതേനെ പറഞ്ഞ ചെറുക്കൻ തിന്നണോണ്ട് തന്നെ പ്രശ്നമാവണത്. ഞാൻ വാങ്ങണില്ല. കിടപ്പലാരം വാങ്ങിച്ചിട്ടുള്ള കളികളൊന്നും വീട്ടിൽ വേണ്ട. നിങ്ങളൊന്ന് പോവമ്മ. അയ്യേ മിണ്ടാരിയമ്മ. പറയരുത്. ഇത് ഒരിക്കലാണ്. നമ്മൾ അത്രയും വൃത്തിയോടെ വേണം ചെയ്യാൻ. നല്ല ഭാവിനിടാളില്ലേ? നല്ല വൃത്തിയോടെ ശുദ്ധിയോടെ വേണം ചെയ്യാൻ. തറയി വീണെന്ന് എടുത്തിടാൻ പാടില്ല. നിങ്ങൾക്ക് തിന്നണോ? അത് ശരി. പിള്ളേര് പിന്നെ നിങ്ങളെ വാക്കാത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പിള്ളേര് പിന്നെ നിങ്ങൾ കഴിക്കണ നോക്കിക്കൊണ്ടിരിക്കുവോ? പിള്ളേര് പിന്നെ നിങ്ങൾ കഴിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുവോ? പാവമില്ലേ അത് കുട്ടികൾ? ചെറുക്കന് വാങ്ങിച്ചു കൊടുക്കണം. അവനെ ഇത്തവണ ചെക്ക് ചെയ്തപ്പോഴും ഒരു കല്ല് കൂടെ കൂടിയെന്ന് പറയാനായിട്ട്. കടപ്പലാരം കഴിക്കണോണ്ടാണ് അങ്ങനെ വരണത്. കാൽബ്ലാഡർ സ്റ്റോണിലെ ഒരു കല്ലും കൂടെ എന്തൊരു പറഞ്ഞിട്ട് ഇവരല്ലേ എന്തൊരു കാൽ ബ്ലാഡർ എന്തൊരു സ്റ്റോണിൽ നിന്ന് മിണ്ടായിരുന്നാണ്. ഇഞ്ചി അരിയാൻ തുടങ്ങിയ ഇഞ്ചി അരിയാൻ തുടങ്ങി. ചോദിച്ചാ ഒരു പാത്രം കൂടെ ഇങ്ങോട്ട് ഏതോണ്ടിരിക്കുന്ന ആ പാത്രം കൂടെ ചെത്തി അതിലിടാം. നല്ല മുടി എങ്ങനെ തന്നെ ഉണ്ടോ?
അതൊക്കെ പഠിക്കും അമ്മ. ഇന്ന് പ്രത്യേകിച്ച് പഠിപ്പിക്കണം എന്തിന്? നമ്മൾ കണ്ടു പഠിക്കണം, മറ്റുള്ളവര് ചെയ്യണം നോക്കി. മാമാരിയിലല്ലേ നിങ്ങൾ അമ്മ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ, നിങ്ങൾ കണ്ട് പഠിക്കാത്ത നിങ്ങളുടെ തെറ്റല്ലേ? കണ്ടു പഠിക്കാൻ എന്റെ അടുത്ത് ജയിക്കില്ല. അവര് പാടു കുടിച്ചു പറയും. ചുരുക്കമ്പലം പെറ്റ തള്ള പോലും അടുത്തിരുത്താത്തതിനാണ് ഞാൻ പിടിച്ചിരുത്തിയിരിക്കണം. എന്നെ ഇത് കുടിച്ചു പറയും. അമ്മ ഒരു പെണ്ണായാല് പെണ്ണെന്ന ആണെന്ന് അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പെൺകുട്ടികളായ ഇതൊക്കെ ചെയ്യാൻ പഠിക്കണം. സ്വമേധയാ എല്ലാം പഠിക്കണം അമ്മ. കാരണം നാളെ ഇപ്പൊ നമ്മള് എന്റെ കുഞ്ഞെ വളർത്തുന്നു. കുഞ്ഞ് നാളെ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായാ? പെൺകുട്ടികളാകുമ്പോ നമ്മൾ അവരെ അത്യാവശ്യം ചോറും കറിയൊക്കെ വെക്കാനും തിന്നാനും ഒക്കെ സ്വയം വച്ച് തിന്നാൻ പിള്ളേരെ പഠിപ്പിക്കണം. അല്ലാതെ പിടിച്ച് വീടിനകത്തിരുത്തി ടിവിയുടെ ഫ്രണ്ടിൽ ഇരുത്തി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒക്കെ കൊടുത്തിരുത്തിയിട്ട് കെട്ടിക്കാൻ പ്രായമാകുമ്പോൾ കെട്ടിച്ച് വിട്ടാല് കയറി ചെല്ലുന്ന വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. മനസ്സിലായാ? എന്തെങ്കിലും അവിടെ ചെല്ലുമ്പോ ആ പയ്യന്റെ അമ്മ പറയുന്നു, മക്കളെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല, ഇങ്ങനെ പറഞ്ഞ അവര് പറയും മക്കളൊരു കാര്യം ചെയ്ത് എന്റെ വീട്ടിൽ പൊക്കോളാൻ പറയും. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയാണമ്മ. നമ്മുടെ സംസ്കാരത്തിന് അത് ചേരൂലമ്മ. ഒരു പെണ്ണെന്ന് പറയുന്നത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവണം, അടുക്കള കാര്യങ്ങൾ നോക്കാനുള്ള കഴിവുണ്ടാക്കണം, പിന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം, പിള്ളേരെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒത്തൊരുമയോടെ ഒരു പെണ്ണ് കൊണ്ടുപോയാൽ ആ കുടുംബം നല്ല രസമായിരിക്കും. എന്നെഴുതി ആണുങ്ങൾക്ക് ഒരു പണിയും ഇല്ലെന്നല്ല, ആണുങ്ങളും അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായി? ഇപ്പൊ നിങ്ങളെ മോൻ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? അതുപോലെ ആണുങ്ങളും ചെയ്യണം. പിന്നെ നിങ്ങളെപ്പോലത്തെ അമ്മാവിയമ്മ ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയൂല. എല്ലാം അങ്ങ് എസ് വെച്ച് അങ്ങ് മൂളയെന്ന് നിവർന്നിരിക്കേ. കൂനി പോണ് അടുത്ത കേട്ടാ, കൂനി പോണ്. അതങ്ങനെ തന്നെ. അത് ഉറക്കം വരണം. അമ്മ അടുത്തിരിക്കൂല. അമ്മ അടുത്തിരിക്കൂല. അമ്മയ്ക്കാണ് കുറ്റം അത്രയും. ഒന്നും ചെയ്യില്ല. അവര് പണ്ടു കൊടുത്തു ഞാൻ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ അവര് അവര് ചീത്ത പറയും. ഇഞ്ചി ചുരണ്ട അറിയാമോന്ന് വെച്ചാ? ഇഞ്ചി ചുരണ്ട അറിയാമോ? ഇഞ്ചി വെക്കുന്ന ചുരണ്ട അറിയാമോ? എനിക്കറിയാം. തന്നാ ഞാൻ പഠിപ്പിക്കട്ടാ? എനിക്കൊന്നും ഒരു കൂല. ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് ജോലി ഈ നിങ്ങളാണ് അമ്മ അടുത്തിരുത്തി പഠിപ്പിച്ചില്ലെന്ന് പരാതി പറയണല്ലേ? എണീച്ച് പോയാണ് ശോഭനെ. പാവം അവരാവണ രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഈ കഴപ്പ് രോഗം തലയ്ക്ക് പിടിച്ച അവര് അടുത്തിട്ടും ഉണ്ടാവൂല. അടുപ്പത്തായിരുന്നെങ്കിൽ എല്ലാരും വേവിക്കാനായിരുന്നു. 4 എനിക്ക് കഞ്ഞി വെച്ച് ഒഴിപ്പൂട്ടാൻ വെച്ച് വീടും കത്തിച്ചേനെ. വീടും വീടല്ല, കൊടപ്പനക്കുന്ന് കത്തിച്ചന. അത് വെള്ളം കോരി വെച്ചത് കലമാനിച്ച് അതെയായിരുന്നു. കലമാനിച്ച് അതില് കുറച്ച് വെള്ളം വെച്ച് വൈകുന്നേരം എടുത്ത് കുടിക്കാം. എന്നിട്ട് ആഹാരം തിന്നാതെ പട്ടിണി കിടന്നിട്ട് ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നതുപോലെ പോയി കിടക്കാം. ഇത്തരെങ്കിലും പറഞ്ഞ ഉത്തരം മുട്ടുമ്പോ പൊന്നെ പോർക്ക പാവം ഇല്ലാത്ത കഥകളും ഉണ്ടാക്കും. എന്തുമാത്രം കഥകള് പറയണോ? ഞാൻ അമ്മയ്ക്ക് ചോറ് കൊടുത്തിട്ട് അമ്മ തിന്നിട്ട്, നിങ്ങൾ ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും ചോറ് കോരി കൊടുത്തിട്ടുണ്ടെന്നേ? എന്റെ പട്ടി കോരി കൊടുക്കും. ഞാനെയൊക്കെ ചോറ് കൊടുക്കാൻ തന്നെ ഇരിക്കണം. അപ്പൊ അമ്മയ്ക്കും കോരി കൊടുത്തില്ല? ഇയാളമ്മയ്ക്ക് ഞാൻ കോരി കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നത്? അപ്പൊ ആ പറഞ്ഞ കഥയും കള്ളം. എന്റെ അമ്മയ്ക്ക് ഞാൻ കോരി കൊടുക്കുമായിരുന്നു. ഞാനെല്ലാം അവര് എന്നെ പറ്റേ പെറ്റ തള്ളക്ക് കോരി കൊടുക്കാതെ നാട്ടിലുള്ളൂ. മോന് കൊടുത്തില്ല, പെറ്റ തള്ളക്ക് കൊടുക്കും. മോൻ പുറമ്പോക്ക് ഇറങ്ങി. നമ്മളെ കല്യോ തന്നെ. മോന് കോരി കൊടുക്കോ? മോന് കൊടുത്താ മോന് പാല് കൊടുത്തേ കൊടുക്കുള്ളൂ. അല്ല മോന് ചോറ് കോരി കൊടുത്താ? മോന് ചോറ് ഒന്നും കൊടുത്തില്ല. അയലത്തെ വീട്ടിൽ നിന്ന് തിന്നോണം. അമ്മയല്ലേ വാരി കൊടുക്കാത്. മോൻ അയലത്തെ വീട്ടിൽ നിന്ന് തിന്നോണം. എന്റെ കാര്യം പോക്ക്. കൂട്ടാമീറ്റി ഞാൻ വാരി കൊടുക്കൂലെന്ന് പറഞ്ഞു. ഞാൻ ഈ ചെറുക്കൻ എനിക്ക് പറഞ്ഞാ
ഞാൻ ഈ ചെറുക്കൻ അന്വേഷിക്കില്ലാന്ന് പറഞ്ഞു. തന്നെ എന്നെ അന്വേഷിക്കുന്ന ചെറുക്കൻ്റെ ഞാൻ അന്വേഷിക്കുവാന്ന് പറഞ്ഞു. എന്നിട്ട് നാണം ഉണ്ടാന്നേ അല്ല ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞു എന്നെ അന്വേഷിക്കാത്ത ഓ ചെറുക്കൻ. അതേനെ ഞാൻ ചോദിച്ച അപ്പൊ നാണം ഇപ്പം- ഉണ്ടെന്ന്. ഇപ്പം ആരന്വേഷിക്കണെന്തോ ചോദിച്ചാണ്. ഇപ്പൊ ആരാ അന്വേഷിക്കണ ആര്? ഇപ്പൊ ആരാണ് അന്വേഷിക്കണ ആരാണ്? ഇപ്പൊ അവന്റെ പണ്ടാട്ടി അവന്റെ ഭാര്യ അത് വ്യത്യാസമുണ്ട് സുധീഷ്ണ. ആ, മുദ്ര നോക്കണം, ഏക മുദ്ര ദിമുദ്ര. കണ്ടോ? നിങ്ങളല്ല അന്വേഷിക്കണം, നിങ്ങളെ ഞാൻ പെൺതാട്ടിയാണ് കെട്ടി- അന്വേഷിക്കുന്നത്. അതെനിക്ക് പറ്റിയ തെറ്റ്. കൊള്ളാം. മുദ്ര ശ്രദ്ധിക്കണം, എന്നെ മുദ്ര. എന്നെ കുഞ്ഞിലെന്നേ നോക്കാൻ വയ്യ. ആ. പക്ഷെ എന്റെ ഭാര്യ നോക്കണം. അവനെ അന്വേഷിക്കണം. അവളെയും കുളിച്ച് ഞാൻ വാടകയ്ക്ക് പോകും. വാടകയ്ക്ക് പോണ എന്തിന്? അയ്യോ അവളെന്നെ കളഞ്ഞിട്ട് പോകൂല. നിങ്ങൾ കൊള്ളാന്നേ. നമ്മള് നേരത്തെ പോവായിരുന്നെങ്കിൽ അവളെ എന്റെ അരിയിൽ കൂട്ട് കിടക്കുവായിരുന്നേ. അടിയും കൊണ്ടോണ്ട് കിടക്കുവായിരുന്ന ന്യായം, നോട്ട് പോയിന്റ്. പോവായിരുന്നെങ്കിൽ അവള് അങ്ങോട്ട് പോകൂല. അവളായോണ്ട് 2 കിട്ടിയിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ആ ഓ നീ പറയും നിനക്കാരും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഭാര്യ വേണ്ട, കുട്ടികളെ നോക്കിക്കൊണ്ട് നടക്കണം. അങ്ങനെ കുട്ടികളെ നോക്കണുണ്ടല്ലോ ഭാര്യ വേണ്ടെങ്കിലും. നിങ്ങൾ എന്തിനൊക്കെ പറയണമ്മ? തള്ളാനെ നോക്കണ്ട. നോക്കണ്ടേ? ആ. നോക്കണ്ടേ? അവൻ നോക്കും. ഇവന്റെ കൂടെ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവൻ കടിക്കാൻ പാടില്ല കിടക്കുന്നത്. ഓ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവനോടെ കിടക്കണം. കടിക്കണ പാമ്പ്. കടിക്കുന്ന പാമ്പായോണ്ട് നിന്നിപ്പോ ഓ. നമ്മിപ്പോ അടിപൊളിയായിട്ട് നല്ല ചിരിച്ചോണ്ടിരിക്കുന്നു. കടിക്കുന്ന പാമ്പെന്ന്. കടിക്കണ പാമ്പ് എന്റെ കടിക്കുന്ന അമ്മോ. പാമ്പ് ഇങ്ങനെ കൊത്തും. കടിക്കണ എന്നിട്ട് പാമ്പ് എന്റെ ഭഗവാനെ. ഓ ഇപ്പൊ ഓരോ കുറവ് 2 ആഴ്ച കൊണ്ട് കൈവയ്ക്കാൻ പറ്റണില്ല. ഞാൻ ഇവിടെ ഓ നിൽക്കുന്നു. അതിന്റെ എല്ലാ അതിന്റെ എല്ലാ പ്രതിഷേധവും ഒരു ദേഷ്യവും. ഓ എല്ലാ പക്ഷെ ഞാൻ പോണില്ല, ഞാൻ ഇവിടെ നിന്ന് പോണില്ല. അയ്യോ അയ്യോ. നിങ്ങൾ പോയിരുന്നെങ്കിൽ 2 എണ്ണം തരായിരുന്നല്ലേ? അവൻ പോവും. അവൻ പോയാ അവനെ കുടിച്ചെത്തി കൊണ്ടുവരണം അടക്കണം. അവൻ ഇനി പോണില്ല ജോലിക്ക്. ജോലിക്കോ ഇല്ല ഇല്ല. ഓ, രൂപം മാറി. തിന്നു എന്നാ ഞാൻ കുംഭമാസം കഴിഞ്ഞ് വെച്ച് കുംഭമാസം? ഓണം കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ടും പോണില്ല. പിന്നെ വീട്ടിൽ ഓ ഓ വീട്ടിൽ നിൽക്കും. ഇവിടെ നിന്ന് പൈസ ഉണ്ടാ? പൈസ ഉണ്ട്, പൈസ ഉണ്ട്. എനിക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്, അതൊക്കെ വിറ്റും പണയം വെച്ചൊക്കെ നമ്മളെ ജീവിക്കും. ഇല്ലെങ്കിൽ ഒന്നുമില്ല നമുക്ക്. നമുക്ക് ഈ വീട് പണയം വെച്ചെങ്കിലും ജീവിക്കാം. ലോൺ എടുത്തെങ്കിലും നമുക്ക് ജീവിക്കാം. എന്നാലും ഞാൻ നിങ്ങളെ മോനെ പറഞ്ഞു വിടൂല. പോവാമേ. നീ ജോലിക്ക് പോയാല് എന്റെ കൈ ഊക്ക് എല്ലാരോടും തീർക്കാൻ എനിക്ക് പറ്റൂ. എന്റെ കൈ തരിക്കുന്നു. വിടൂല ഞാൻ പറഞ്ഞ് ജോലിക്ക് പോണ്ടാന്ന്, അത്ര തന്നെ. ആ ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് ജോലിക്ക് പോണ്ട, വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. ഇനി ഞാൻ എന്ന് പറയണോ അന്നേ പോവുള്ളൂ. ശരി, ഞാതാ ചെത്തി തീർന്ന്. എനിക്ക് ജോലിയുണ്ട്, നീ ഞാൻ എണീച്ച് പോണ. എനിക്ക് ഒരേ ഇരിപ്പിരുന്നപ്പോ നടുവേനിക്കണം. ചോറ് ഇറക്കാൻ പോണോ? ആ പിന്നെ പോയി. ചെത്തിയിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിരിക്കുക. അപ്പൊ ഈ മണ്ണിനി ഉണ്ടെങ്കിൽ അത് പോവും. മറ്റന്നാളെ ഇന്ന് വാവിന്റെ തലയ്ക്കും തലേദിവസം, അതായത് നാളെയാണ് ഒരിക്കല്. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ഇന്നെല്ലാം അരിഞ്ഞു വെച്ചാല് നാളെ അച്ചാറിടാം. അല്ലാണ്ട് എന്നെ കൊണ്ട് എല്ലാം കൂടെ ഒരു ദിവസം ഇപ്പം പറ്റൂല. മറ്റത് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ തലേ ദിവസം ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും പോയി മാങ്ങയും ഇഞ്ചിയും നാരങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് രാത്രി, അതായത് ഒരിക്കലിന്റെ തലേ ദിവസം ഒരിക്കലല്ല സോറി വാവിന്റെ തലേ ദിവസം ഇടുള്ളായിരുന്നു. ഇപ്പം ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ പറ്റൂല. കാര്യം നാളെ മലക്കറിക്ക് അരിഞ്ഞു വെക്കാനുണ്ട്, പിന്നെ അരച്ചു വെക്കാനുണ്ട്, കുറേ ജോലികളില്ല. അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ അച്ചാറും എല്ലാം കൂടെ പറ്റില്ല. പക്ഷെ ഇത് അരിഞ്ഞു വെച്ചിരുന്ന ഇന്ന് രാത്രി അച്ചാറിടും. രാത്രി അച്ചാറിട്ട് മാറ്റി വയ്ക്കും, ഇല്ലെങ്കിൽ പിള്ളേർ കൊരുത്തുന്നോളെ. നമ്മള് പാചകം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇതിൽ നിന്ന്
വാവിൻ്റെ അത് ഇത് ബലി കിട്ടണതിൻ്റെ അന്ന് മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഉപ്പൊന്നും നോക്കൂല കേട്ടാ. വെച്ച് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഇതിന്റെ ഉപ്പോ അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കുള്ളൂ. ഞാൻ വാവിൻ്റെ അന്ന് വെക്കുന്ന ഒരു കറിക്ക് ഉപ്പ് നോക്കൂല. അമ്മ പണ്ട് ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടായിരുന്നു. അമ്മ അങ്ങനെയാണ്. അമ്മ വാവിന് വേണ്ടി വെക്കുന്ന മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അച്ചാറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്നൊന്നും തൊടത്തില്ല. പിന്നെ വച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടേസ്റ്റ്. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കും. അങ്ങനെ കുറവ് വരൂല. ഇത്രയും നാളും വന്നിട്ടില്ല, ഇത്രയും വർഷമായിട്ടും വന്നിട്ടില്ല. കണക്കിന് ഉപ്പ് തന്നെ ഇടും, കണക്കായിരിക്കും. അങ്ങനെ ഈ വാവ് വെച്ച് കൊടുപ്പ് ഇതൊക്കെ ഇപ്പൊ ആർക്കും അത്ര ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യം ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് അതിൽ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് പറ്റുന്ന കാലത്തോളം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലേ തന്നെ പെണ്ണുങ്ങൾക്ക് ഉപ്പും കറക്റ്റ് കൂട്ടു കാരണമാണെങ്കിൽ പിന്നെ ആർക്കാണ് അറിയാൻ പറ്റണേ. പെണ്ണുങ്ങൾ അതൊക്കെ പഠിച്ച് വെക്കണ്ടേ. സ്ഥിരം പാചകം ചെയ്യണം. നമ്മൾ ഉപ്പും കൂട്ടൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ നിർത്തുവാണേ. കഴിഞ്ഞ് ഇനി ഈ ഇഞ്ചി ചെത്തിയ ഇഞ്ചി കുറച്ചു നേരം കൂടെ ഒന്നും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുമ്പോൾ ഇനി മണ്ണുണ്ടെങ്കിൽ ഇളവും. എന്നിട്ട് ഞാൻ അരിയണോളൂ. വെയിലില്ല, ഇല്ലായിരുന്നെങ്കിൽ ടെറസിന്റെ മേളിൽ ഇട്ടിരുന്ന ഇപ്പൊ ഉണങ്ങിയായിരുന്നു. പക്ഷെ വെയിലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തിയെടുക്കും. അതേ നടക്കുള്ളൂ. അപ്പൊ ശരി.